നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആലപ്പുഴ ഹരിപ്പാടിന് സമീപം കരുവാറ്റയിൽ ട്രെയിനു മുന്നിൽ ചാടി യുവാവും +1 വിദ്യാർത്ഥിനിയും ജീവനൊടുക്കിയ സംഭവം. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. വീട്ടിൽ നിന്നും പെൺകുട്ടി പുറത്തേക്ക് പോയത് ഷാമ്പു വാങ്ങാനെന്ന് പറഞ്ഞാണ്. ഷാമ്പു വാങ്ങാൻ കടയിൽ പോവുകയാണ് എന്ന് പറഞ്ഞ് ആണ് ഈ പെൺകുട്ടി രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. പിന്നീട് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വരുന്നത് അവളുടെ മരണ വാർത്തയാണ്. അക്ഷരാർത്ഥത്തിൽ കുടുംബം ഒന്നടങ്കം നടുങ്ങിയിരിക്കുകയാണ്. എന്താണ് മകൾക്ക് സംഭവിച്ചത്? ഈ ഷാമ്പു വാങ്ങാനെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മകൾ ചേതനയേറ്റ് അല്ലെങ്കിൽ അതിക്രൂരമായി ഇത്തരത്തിൽ മരിച്ച് വീട്ടിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും ആ കുടുംബത്തിന് ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്നില്ല. അവർക്ക് ആ ആഘാതം വലുത് തന്നെയാണ് കുടുംബത്തിനുണ്ടായത്. എന്താണ് സംഭവിച്ചത്, എന്തിന് മരണത്തിലേക്ക് നയിക്കപ്പെട്ടു എന്നതടക്കമുള്ള ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. മാത്രമല്ല, ട്രെയിനു മുന്നിൽ ചാടിയുള്ള പല ആത്മഹത്യകൾക്കും സാക്ഷിയാകുന്നത് ലോക്കോ പൈലറ്റുമാരാണ്. ഉദാഹരണത്തിന് കോട്ടയത്ത് ഷൈനി മക്കളും ഈ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തപ്പോൾ ലോക്കോ പൈലറ്റ് ആ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ട്രാക്കിൽ അമ്മയും 2 മക്കളും ഇത്തരത്തിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്നതും അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. പല ലോക്കോ പൈലറ്റുമാരും പല ആത്മഹത്യകൾക്കും ഇത്തരത്തിൽ സാക്ഷിയാകുന്നുണ്ട്. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥരുടെ മരണമായാലും ട്രാക്കിലൂടെ ഫോൺ വിളിച്ച് നടന്ന IB ഉദ്യോഗസ്ഥ പെട്ടെന്നായിരുന്നു ട്രാക്കിലേക്ക് ചാടിയത്. ഇതും ലോക്കോ പൈലറ്റ് കാണുകയും ചെയ്തു. ഇപ്പോൾ ആലപ്പുഴ ഹരിപ്പാടുണ്ടായ ഈ ആത്മഹത്യയും ലോക്കോ പൈലറ്റ് സാക്ഷിയായിരിക്കുകയാണ്. ഈ ഒരു ചീറിപ്പാഞ്ഞു വരുന്ന ട്രെയിനിന് മുന്നിലേക്ക് ഈ യുവാവും അതുപോലെ തന്നെ കുട്ടിയും പെട്ടെന്നായിരുന്നു എടുത്ത് ചാടിയത് എന്നാണ് ലോക്കോ പൈലറ്റ് പറയുന്നത്. ട്രെയിൻ ഇടിച്ച വിവരം ലോക്കോ പൈലറ്റ് ആലപ്പുഴയിൽ എത്തി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് ട്രെയിൻ 20 മിനിറ്റോളമാണ് പിടിച്ചിട്ടത്. കരുവാറ്റയിൽ സ്റ്റോപ്പില്ലാത്ത ട്രെയിനാണ്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കടക്കുകയായിരുന്നു. ഇതോടെ ഇരുവരും ചെരുപ്പ് അഴിച്ചു വയ്ക്കുന്നത് കണ്ട ഗേറ്റ് കീപ്പർ ചാടരുത് എന്ന് ഉറക്കെ വിളിച്ചു പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ട്രെയിൻ അടുത്തു വന്നതോടെ ഇരുവരും ഒന്നിച്ച് ട്രെയിനിന് മുന്നിലേക്ക് ചാടുകയായിരുന്നു. ഈ പെൺകുട്ടി +1 വിദ്യാർത്ഥിനിയാണ്. ശ്രീജിത്തിന്റെ ഭാര്യ രാഗിയുടെ വീടിന് സമീപമാണ് ഈ പെൺകുട്ടിയുടെ വീട്. ശ്രീജിത്തുമായുള്ള അടുപ്പത്തിൽ നിന്ന് ദേവികയെ പിന്തിരിപ്പിക്കാൻ വീട്ടുകാർ ശ്രമിച്ചിരുന്നു എന്നതടക്കമുള്ള ഒരു വെളിപ്പെടുത്തൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇരുവരുടെ മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലാണ്. ദേവികയുടെ സംസ്കാരം ഇന്ന് 4 മണിക്ക് നടക്കും. സഹോദരൻ വൈശാഖാണ്. ശ്രീജിത്തിന്റെ സംസ്കാരം ഇന്ന് 3 മണിക്ക് നടക്കും. ചെറുതന കന്നോലിൽ കോളനിയിൽ താമസിക്കുന്ന വ്യക്തിയാണ് ശ്രീജിത്ത്. 38 വയസ്സാണ്. പള്ളിപ്പാട് സ്വദേശിനിയാണ് 17കാരി. വിവാഹിതനായ ശ്രീജിത്ത് 2 മക്കളുടെ പിതാവാണ്. വിദ്യാർത്ഥിനിയുമായി സ്റ്റേഷനിലേക്ക് എത്താൻ ഉപയോഗിച്ച ബൈക്ക് ശ്രീജിത്തിന് അടുത്ത ബന്ധുവിൻ്റെതാണ് എന്നാണ് വിവരം. ബുധനാഴ്ച രാവിലെ 11:30-യോടെ കരുവാറ്റ റെയിൽവേ ക്രോസിന് സമീപമാണ് നടക്കുന്ന സംഭവമുണ്ടായത്. ചീറിപ്പാഞ്ഞു വരികയായിരുന്ന തിരുവനന്തപുരം നോർത്ത് അമൃത്സർ എക്സ്പ്രസിന് മുന്നിലേക്ക് ഇരുവരും എടുത്തു ചാടുകയായിരുന്നു. ബൈക്കിലായിരുന്നു ഇരുവരും റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത്. പ്ലാറ്റ്ഫോമിൽ ഇവർ നിൽക്കുന്നത് കണ്ട ഗേറ്റ് കീപ്പർക്ക് ഒരു അസ്വാഭാവികത തോന്നി. അപൂർവം സ്റ്റോപ്പുള്ള ഈ സ്റ്റേഷന് മുന്നിൽ എന്തിന് ഇവർ എത്തി എന്നൊരു ചോദ്യം അത് സംശയത്തിനിടയാക്കി ഗേറ്റ് കീപ്പർക്ക്. ഈ അമൃത്സർ എക്സ്പ്രസിനായി ഗേറ്റ് അടച്ചതിന് പിന്നാലെ ഇരുവരും ട്രാക്കിനോട് അടുത്തു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഗേറ്റ് കീപ്പർ ഉടൻ തന്നെ അപകടം മണത്തു. എന്തെങ്കിലും ചെയ്യാനാകുന്നതിന് മുന്നേ തന്നെ ട്രെയിൻ വരുന്നത് കണ്ട് ഇരുവരും ട്രാക്കിലേക്ക് ചാടുകയായിരുന്നു. ട്രാക്കിലേക്ക് ചാടില്ലേ എന്ന് ഗേറ്റ് കീപ്പർ ഉറക്കെ നിലവിളിച്ചു. പക്ഷേ നിമിഷ നേരം കൊണ്ട് ട്രെയിൻ ഇരുവരെയും ഇടിച്ചു തെറിപ്പിച്ചു. ശരീരം ചിന്നിച്ചിതറിയ അവസ്ഥയിലായിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇരുവരെയും തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു. യുവാവും വിദ്യാർത്ഥിനിയും റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത് ബൈക്കിലായിരുന്നു. ദേശീയപാതയുടെ ഭാഗത്തു നിന്നാണ് ഇരുവരും എത്തിയത്. ബൈക്ക് സ്റ്റേഷന് സമീപത്ത് പാർക്ക് ചെയ്ത ശേഷം പ്ലാറ്റ്ഫോമിലെത്തി. അതുവഴി കടന്നു പോകുകയായിരുന്ന ട്രെയിനിന് മുന്നിലേക്ക് ചാടുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികളടക്കം പറയുന്നത്. തലയടക്കം ചിതറിപ്പോയ അവസ്ഥയിലായിരുന്നു. ഇവരെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പ് ട്രാക്കിൽ വലിയ വളവുകളൊന്നും ഇല്ലാത്തതിനാൽ ട്രെയിൻ വരുന്നത് ദൂരെ നിന്ന് തന്നെ ശ്രീജിത്തും പെൺകുട്ടിയും കണ്ടിരിക്കാമെന്നാണ് കരുതുന്നത്. എന്തായാലും ഈ അപകടത്തെ തുടർന്ന് നേത്രാവതി എക്സ്പ്രസ് 20 മിനിറ്റോളം ഹരിപ്പാട് പിടിച്ചിടുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് മൃതദേഹങ്ങൾ ട്രാക്കിൽ നിന്ന് മാറ്റിയതിനു ശേഷമാണ് നേത്രാവതി എക്സ്പ്രസ് യാത്ര തുടർന്നത്. മൃതദേഹം ആംബുലൻസിലാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരേണ്ടതായി തീർച്ചയായിട്ടും നടക്കുന്ന സംഭവമാണ് ഉണ്ടായത്. വീട്ടിൽ നിന്ന് ഷാമ്പു വാങ്ങുന്നു എന്ന് പറഞ്ഞ് പുറത്തിറങ്ങിപ്പോയ കുട്ടി ചിന്നി ചിതറിയ രീതിയിലാണ് ആ ഒരു അവസ്ഥ. തീർച്ചയായിട്ടും ആ മാതാപിതാക്കളെ സംബന്ധിച്ച് വളരെ നടക്കുന്നൊരു വിവരം തന്നെയാണ്. എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. ഈ ശ്രീജിത്തിൻ്റെ പ്രേരണയിലാണോ ഒരു ആത്മഹത്യ എന്നതടക്കമുള്ള ഒരു ചോദ്യമൊക്കെ ശക്തമാകുന്നുണ്ട്. എന്താണ് ഇരുവർക്കുമിടയിൽ സംഭവിച്ചതെന്നടക്കമുള്ള ചോദ്യങ്ങൾ ശക്തമാവുകയാണ്. അതേസമയം നമുക്ക് മറ്റൊരു വാർത്ത കൂടി നോക്കാം. കട്ടപ്പനയിൽ നിന്ന് വരുന്ന അതിദാരുണമായൊരു സംഭവമാണ്. കട്ടപ്പനയിൽ സ്വർണ്ണക്കട കടയിലെ ലിഫ്റ്റിൽ നടന്ന അപകടത്തിൽ മരിച്ചു. സ്വർണ്ണ വ്യാപാരിയും പവിത്ര ഗോൾഡ് മാനേജിംഗ് പാർട്ണറുമായ
അമ്പലക്കവല സണ്ണി ഫ്രാൻസിസ് ആണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെ 11 മണിക്കായിരുന്നു അപകടം. കട്ടപ്പനയിലെ കടയുടെ ലിഫ്റ്റിലാണ് സണ്ണി കുടുങ്ങിയത്. കറണ്ട് പോയതിനെ തുടർന്ന് ലിഫ്റ്റിന്റെ പ്രവർത്തനം നിലച്ചതോടെയാണ് സണ്ണി ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിയതെന്നാണ് റിപ്പോർട്ട്. കെട്ടിടത്തിൽ 3-ാം നിലയിലെത്തിയ ലിഫ്റ്റ് പെട്ടെന്ന് ഉയർന്നു പൊങ്ങി ഇടിച്ചു നിൽക്കുകയായിരുന്നുവെന്നാണ് സ്ഥലത്തുണ്ടായിരുന്നവർ പറയുന്നത്. ലിഫ്റ്റിന് സാങ്കേതിക തകരാറുണ്ടായിരുന്നതായാണ് ജീവനക്കാർ പറയുന്നത്. അപകടം അറിഞ്ഞെത്തിയ ജീവനക്കാർക്ക് ലിഫ്റ്റ് തുറന്ന് സണ്ണിയെ പുറത്തെടുക്കാനായില്ല. പിന്നീട് അഗ്നിരക്ഷാ സേന സ്ഥലത്തെത്തിയാണ് ലിഫ്റ്റ് പൊളിച്ച് സണ്ണിയെ പുറത്തെടുത്തത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സണ്ണിയെ ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. മൃതദേഹം കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. സംസ്കാരം വെള്ളിയാഴ്ച കട്ടപ്പന സെന്റ് ജോർജ് ഫൊറാന പള്ളിയിൽ നടക്കും.